Hi dears, welcome back. This is a special video. This is February 27th, ശനിയാഴ്ച ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും തിരുവനന്തപുരത്ത് മാത്രമല്ല ദൂരത്തു നിന്നുള്ള ആൾക്കാർ വരെ എല്ലാ പ്രാവശ്യവും വന്ന് പൊങ്കാല ഇടാറുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടല്ല പൊങ്കാല ഇടേണ്ടത്, വീട്ടിൽ വെച്ചിട്ടാണ് പൊങ്കാല ഇടേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൊറോണ കേസുകൾ കൂടുതലായതുകൊണ്ട് നമ്മൾ ആൾ കൂടുന്ന പരിപാടികളൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീട്ടിൽ എങ്ങനെ പൊങ്കാല ഇടാന്നുള്ള വീഡിയോ ആണിത് കേട്ടോ. കുംഭമാസത്തിലെ മകന്നാളിലാണ് ആറ്റുകാലിൽ പൊങ്കാല ഇടാറുള്ളത്. ശനിയാഴ്ച 10:20 ആകുമ്പോൾ പൊങ്കാല തുടങ്ങും. 2:40 ആകുമ്പോഴായിരിക്കും തളിക്കുന്നത്. കറക്റ്റ് സമയം നമ്മൾ ന്യൂസ് കണ്ടാൽ അറിയാൻ പറ്റും കേട്ടോ. കിഴക്കോട്ട് വേണം അടുപ്പ് കൂട്ടിയിട്ട് പൊങ്കാല ഇടേണ്ടത്. കൊതുമ്പും ചൂട്ടും ഒക്കെ വെച്ചിട്ട് വേണം പൊങ്കാല ഇടാൻ. അമ്പലങ്ങളിൽ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ പണ്ടാര അടുപ്പിൽ നിന്നായിരിക്കും തീ പകരുന്നത്. പക്ഷേ വീടുകളിൽ അത് പറ്റാത്തതുകൊണ്ട് നമുക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം ദേവിയെ പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്ന് തീ പകരാം. പൊങ്കാല മാത്രമല്ല നിവേദ്യമായിട്ട് ഉണ്ടാക്കാറുള്ളത്, അതിൻ്റെ കൂടെ തന്നെ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാറുണ്ട്, പിന്നെ തെരളിയപ്പം ഉണ്ടാക്കാറുണ്ട്. തലവേദനയ്ക്കൊക്കെ നേർച്ചയായിട്ടാണ് മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്. പൊങ്കാല തന്നെ 2 തരത്തിലുണ്ട്. പായസ പൊങ്കാലയുണ്ട്, വെള്ള പൊങ്കാലയുണ്ട്. പൊങ്കാലയാണ് ആദ്യം ഇടുന്നത്, അതിനുശേഷമാണ് തെരളിയപ്പവും മണ്ടപ്പുറ്റും ഉണ്ടാക്കുന്നത്. പക്ഷെ തെരളിയും മണ്ടപ്പുറ്റും ഒന്നും എല്ലാവരും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ കാണിക്കുന്നതിന്റെ കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചുടുകട്ട കൊണ്ട് അടുപ്പ് കൂട്ടുക. ഞാനല്ല ഈ വീഡിയോ എടുത്തത്, നാട്ടിൽ നിന്ന് അമ്മ ചെയ്തിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയുടെ കുറവും പോർട്രേറ്റ് മോഡൊക്കെ വരണുണ്ട്, ക്ഷമിക്കുക. ഞാനിവിടെ പുറത്തായതുകൊണ്ട് ഇതുപോലെ അടുപ്പ് കൂട്ടിയിട്ട് പൊങ്കാല ഇടാൻ പറ്റില്ല. പൊങ്കാല ഇടണതിന് മുന്നേ നമ്മൾ വ്രതം പിടിക്കണം കേട്ടോ. 9 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 1 ദിവസം മുന്നേ എങ്കിലും നമ്മൾ വ്രതം എടുത്തിരിക്കണം. അടുപ്പ് വച്ചതിന് ശേഷം കലം വെച്ചിട്ട് നോക്കുക, കറക്റ്റായിട്ട് ഇരിക്കുന്നോ എന്നൊക്കെ നോക്കി ശരിയാക്കി വെക്കുക. ഒന്നുകിൽ നമുക്ക് കലത്തിൽ പൊങ്കാല ഇടാം. കലത്തിൽ പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഇട്ടാലും മതി. കലത്തിൽ ഇട്ടാലേ പൊങ്കാല തിളച്ചിട്ട് ഇങ്ങനെ തൂകി വരുള്ളൂ. അങ്ങനെ പൊങ്കാല തിളച്ച് തൂകണമെന്നാണ് പറയുന്നത്. ഇനി പൊങ്കാല വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ കലത്തിലാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ 6 or 7 ഇരട്ടി വെള്ളം വെക്കണം കേട്ടോ. ഇപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 7 കപ്പ് വെള്ളം വയ്ക്കുക. സ്റ്റീൽ പാത്രം ആണെങ്കിൽ 5 കപ്പ് വെള്ളമൊക്കെ മതിയാവും. കലത്തിലായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ പിടിക്കും, അതുകൊണ്ടാണ് 7 കപ്പ് വെള്ളം വയ്ക്കാൻ പറഞ്ഞത്. എത്ര മണിക്കാണ് പൊങ്കാല തുടങ്ങുന്നതെന്ന് ന്യൂസിലൊക്കെ പറയൂ കേട്ടോ. ഏകദേശം 10:20 ആയിരിക്കും. ആ സമയമാകുമ്പോൾ നമുക്ക് വിളക്ക് കൊളുത്തിയതിന് ശേഷം അവിടെ നിന്ന് തീ പകർന്നിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. ചൂട്ടും കൊതുമ്പും വെച്ചിട്ട് വേണം പൊങ്കാല ഇടാൻ. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പായസം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പായസ അരി എന്ന് പറഞ്ഞിട്ട് തന്നെ കടയിൽ വാങ്ങാൻ കിട്ടും. ഉണക്കലരി ഇല്ലെങ്കിൽ പച്ചരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ അരി കലത്തിലോട്ട് ഇടുമ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വേണം ഇടാൻ. 2 പ്രാവശ്യം കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് ഇട്ട് കൊടുക്കുക. 3ാമത്തത് ബാക്കിയുള്ള അരി മൊത്തത്തിൽ ഒന്നിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അരി 1/4 വേവായി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇതാ ഇപ്പോൾ കണ്ടോ പൊങ്കാല തിളച്ച് തൂകുന്നത്. പൊങ്കാല ഇടുമ്പോൾ ഇങ്ങനെ തിളച്ച് തൂകണമെന്നാണ് പറയാറ്. ശർക്കര നേരത്തെ ചേർക്കരുത്, എന്നാൽ അരി വെന്ത് കിട്ടില്ല. എത്ര അരിയാണോ എടുത്തത് അതിനേക്കാളും കുറച്ച് കൂടുതൽ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കണം. അരി 1/4 വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയും 3 പ്രാവശ്യമായിട്ടാണ് ചേർക്കേണ്ടത്. 175 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം. ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക, എന്നാലേ പെട്ടെന്ന് അലിഞ്ഞു വരുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ശർക്കര ഒന്ന് അലിഞ്ഞു വരണം. അപ്പോൾ ശർക്കര മൊത്തം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ അരി ചേർത്ത പോലെ തന്നെ 3 പ്രാവശ്യമായിട്ടാണ് തേങ്ങയും ചേർത്ത് കൊടുക്കേണ്ടത്. എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി തേങ്ങയാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലോട്ട് പഴം ചേർത്ത് കൊടുക്കണം. അരിയുടെ പകുതി പഴം ചേർത്ത് കൊടുക്കുക. രസകദളി പഴമോ പാളയംകോടൻ പഴമോ എടുത്താൽ മതി. പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അരി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നെയ്യ് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ചൂടുകൊണ്ട് അപ്പം തന്നെ ഉരുകി വരും. ഈ സമയത്ത് ഇതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. 5 or 6 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊങ്കാലയിൽ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇല കൊണ്ട് അടച്ചു വയ്ക്കാം.
ഇതിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ബാക്കി കാണും. അത് കുഴപ്പമില്ല, കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് കലം വെള്ളം വലിച്ചെടുക്കും കേട്ടോ. സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം എടുത്താൽ മതിയാവും. ഇനി അടുപ്പിന് താഴെയുള്ള തീയൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസ പൊങ്കാല തയ്യാറായിട്ടുണ്ട്. ദേവിക്ക് വെള്ള പൊങ്കാലയെ ഉണ്ടാക്കാറുണ്ട്. മധുരം ഇടാതെയാണ് അത് തയ്യാറാക്കി എടുക്കുന്നത്. മധുരം കഴിക്കാൻ പറ്റാത്തവർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വെള്ള പൊങ്കാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വെള്ള പൊങ്കാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ മട്ട അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കിലോ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ നമുക്ക് പൊങ്കാല മൺകലത്തിൽ വയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കാം. ഇപ്പം ഞാൻ പൊങ്കാല പോലെ പുറത്തിട്ടല്ല കാണിക്കുന്നത്, ഗ്യാസിൽ വെച്ചിട്ടാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് 1 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം മതിയാവും. കലത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് കഴുകിയ അരി ഇട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അരി 1/4 വേവായി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അരി 1/4 വേവ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എത്ര അരിയാണോ എടുത്തത് അതിൻ്റെ പകുതി തേങ്ങ ചേർത്ത് കൊടുക്കുക. പഴം അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 3 പ്രാവശ്യമായിട്ട് ചേർത്തില്ല, പൊങ്കാല ഇടുമ്പോൾ 3ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ തേങ്ങയും പഴമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ശർക്കര ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പഴവും തേങ്ങയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അരി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത് അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോൾ മുന്തിരിങ്ങയും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ള പൊങ്കാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി തന്നെയാണ്. ഇപ്പോൾ വെറുതെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. മാങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. ഇനി നമുക്ക് തെരളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തെരളി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കുക. എത്ര അളവിലാണോ അരിപ്പൊടി എടുത്തത് അതിൻ്റെ പകുതി അളവിൽ തേങ്ങ ചിരകിയത് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴമാണ് കൂടുതൽ നല്ലത്. പാളയംകോടൻ പഴമാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ രസകദളി എടുത്താലും കുഴപ്പമില്ല. പിന്നെ 3-4 ഏലക്ക വേണം. പിന്നെ ശർക്കര വേണം. ശർക്കര നമ്മൾ ചീകിയാണ് എടുക്കേണ്ടത്. അപ്പോൾ എത്ര അളവിലാണോ മാവ് എടുത്തിരിക്കുന്നത് അതിനേക്കാളും കുറച്ച് കുറവ് ശർക്കര എടുത്താൽ മതി. ഇപ്പോൾ 1 കപ്പ് മാവിന് 1/4 കപ്പ് ശർക്കരയൊക്കെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് വയണ ഇലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ച ഈർക്കിലാണ് കേട്ടോ. കുമ്പിളപ്പം പോലെ തോന്നുമെങ്കിൽ ഇത് കുമ്പിളപ്പം പോലെയല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമ്മൾ ഈർക്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഈർക്കിലാണ് നമ്മൾ തെരളി കോർത്തെടുക്കുന്നത്. എന്നിട്ട് തുമ്പ് ഇതുപോലെ കത്തി വെച്ച് ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുക. കോർത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈർക്കിലില്ലെങ്കിൽ 2-3 മടക്കിൽ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് കോർത്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ചീകി എടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് മാവിനാണെങ്കിൽ 1/4 കപ്പ് അളവിന് ശർക്കര ചീകി എടുക്കുക. ഇതിലോട്ട് നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പഴം അരിഞ്ഞ് ചേർക്കാം. എത്ര അളവിലാണോ മാവ് എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ പഴം ചേർക്കുക. നമ്മളിത് പഴത്തിലാണ് കുഴച്ചെടുക്കുന്നത്, വെള്ളം ഒന്നും ചേർക്കില്ല. ഏലക്ക ചതച്ച് ചേർക്കുക. ഇനി കൈകൊണ്ട് നന്നായിട്ട് പഴം ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് തെരളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. ഒരു ഇല എടുക്കുക. അതിൻ്റെ ഒരു തുമ്പിലോട്ട് നമ്മൾ ഈ ഉരുട്ടിയ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇലയുടെ പകുതി വരെ ആയി കിട്ടും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് വീണ്ടും ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് മറ്റേ തുമ്പിൽ വെച്ചിട്ട് എതിർവശത്തോട്ട് മടക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടും. ഇനി ഈർക്കിൽ ഇതിൻ്റെ നടുക്കോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് കോർത്തെടുക്കുക. ഇത് നമ്മൾ മാല പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ആവിയിലാണ്. അപ്പോൾ ഇഡലി കുട്ടുകത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. പൊങ്കാല ഉണ്ടാക്കിയതിന് ശേഷം അതേ അടുപ്പിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാം. വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ആവി കയറ്റി എടുക്കാൻ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. 20 മുതൽ 25 മിനിറ്റ് വരെ എടുക്കും.
20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഈർക്കിലോ വല്ലതും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ തെരളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടപ്പുറ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മണ്ടപ്പുറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പയർ വറുത്തെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, കുറച്ച് വറുത്തെടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ വറുത്തെടുക്കുന്നതേ ഉള്ളൂ. ചോഴ് കട്ടിയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വറുത്തെടുക്കണം. തീ മീഡിയത്തിൽ വേണം ഇട്ടിരിക്കാൻ. അപ്പോൾ ഈ പാകത്തിൽ വറുത്തെടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. റവയുടെയൊക്കെ പരുവയില്ലേ, കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. പൊടിച്ചെടുത്തിട്ടുണ്ട്. റവയുടെ പരുവത്തിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് പയറുപൊടിയാണ് എടുത്തിരിക്കുന്നത്. എത്ര പയറുപൊടിയാണോ എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. പയറുപൊടിയുടെ പകുതി അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുത്ത അരിപ്പൊടിയാണ്. പയറുപൊടിയുടെ അതേ അളവിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കര ചീകി വേണം ചേർക്കാൻ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 ഏലക്ക ഒന്ന് ചതച്ച് ചേർക്കുക. 1 ടീസ്പൂൺ നെയ്യ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോവരുത്. നമ്മളിങ്ങനെ ഉരുളകളാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. 20-25 മിനിറ്റോളം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിൽ വല്ലതും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മണ്ടപ്പുറ്റും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പൊങ്കാലയും മണ്ടപ്പുറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് നേദിക്കുന്നതെന്ന് നോക്കാം. 2:40 ആകുമ്പോഴായിരിക്കും നേദിക്കുന്നത്. കറക്റ്റ് സമയം ന്യൂസിൽ പറയും. ആ സമയം ആകുമ്പോൾ സാധാരണ പോറ്റിയാണ് നേദിക്കാറ്. വീട്ടിലത് പറ്റില്ല. അതുകൊണ്ട് കിണ്ടിയിൽ കുറച്ച് നല്ല വെള്ളം എടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തുളസിക്കതിരും തെച്ചിപ്പൂവൊക്കെ ഇട്ട് കൊടുക്കാം. കഴുകിയിട്ട് ഇട്ട് കൊടുക്കണേ. ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നേദിക്കേണ്ട സമയമാകുമ്പോൾ പൊങ്കാലയിലും മണ്ടപ്പുറ്റിലുമൊക്കെ ഈ വെള്ളം അങ്ങ് തളിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് വീട്ടിൽ പൊങ്കാലയും നിവേദ്യമൊക്കെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.